ായ ദൈവത്തോടും എൻ്റെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിൻറ്റു. ഇതെൻ്റെ ഹസ്ബൻഡ് ലിജു. ഞങ്ങൾ കോട്ടപ്പുറം രൂപത തിരുത്തിപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഓൺലൈനായിട്ടാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എനിക്കൊരു ജോലി കിട്ടി. ആ ജോലി എൻ്റെ മുട്ടുകാല് വേദന, കഠിനമായ മുട്ടുകാല് വേദന കാരണം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ എൻ്റെ അച്ഛൻ ചേട്ടൻ ഫാദർ വർഗീസ് പടമാട്ടുമലാണ് എനിക്ക് ഉടമ്പടി എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ അച്ഛൻ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു തന്നു. പിന്നെ അച്ഛൻ്റെ ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ അയച്ചു തന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എങ്ങനെ നന്നായിട്ട് പഠിച്ചു. അതിനുശേഷം ഞാൻ പള്ളിയിൽ പോയി ഈശോനോട് അനുവാദം ചോദിച്ച് ഉടമ്പടി എടുക്കുകയും അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചി ഇവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് ആ ചേച്ചി നേരെ പിറ്റേ ദിവസം തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു, ഞാൻ അവിടെ ചേച്ചി ഇവിടെ വന്നപ്പോൾ ചേച്ചിക്ക് എൻ്റെ പേരാണ് മനസ്സിൽ വന്നതെന്നും മാതാവ് ഒരു വചനം തന്നിട്ടുണ്ടെന്നും പറഞ്ഞു. ഏശയ്യ 35:3-4 ദുർബലമായ കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവീൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. അവിടുന്ന് ദൈവത്തിൻ്റെ പ്രതിഫലമായി വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നുള്ള വചനം. അപ്പോൾ ആ വചനം എന്നോട് എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി പോയി. ഉടമ്പടി തൈലമൊക്കെ എനിക്ക് പെരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പെരട്ടി തന്നിട്ട് ആ ചേച്ചി പോയി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വന്നു പറഞ്ഞു, മാതാവ് പറഞ്ഞു, മിൻറ്റു ആ ഉടമ്പടി മിൻറ്റു ആ വചനം ചെല്ലുന്നില്ല എന്ന്. അപ്പോൾ ശരിക്കും എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നും മാതാവ് അത് എന്നെ കാണുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. ഞാൻ അപ്പം തന്നെ മാതാവിനോട് മാപ്പ് പറഞ്ഞിട്ട് ആ വചനം എഴുതി ഒട്ടിച്ച് കൃത്യമായിട്ട് മുടങ്ങാതെ ആ വചനം പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനം ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പോലും അറിയാതെ അഡ്മിറ്റ് ആകണമെന്ന് ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ ജോലി ഉപേക്ഷിച്ചത്. അങ്ങനെ ഞാൻ പോലും അറിയാതെ എൻ്റെ മുട്ടുകാല് വേദന തീർത്തും പൂർണ്ണമായിട്ടും മാറി. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന മിക്ക കാര്യങ്ങളും തന്നെ നടന്നു. എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടി. പിന്നെ എനിക്ക് ജർമ്മൻ ഭാഷ, ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷ ഒരു ക്രിസ് കാപ്പൽ കോളേജ് എന്നെ സൗജന്യമായിട്ട് പഠിപ്പിക്കുകയും അവരുടെ കോളേജിൽ തന്നെ എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. വളരെ സന്തോഷമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന് ബാക്ക് പെയിൻ വന്ന് സ്പോണ്ടിലോസിസിൻ്റെ അസുഖമൊക്കെ വന്നിട്ട് പൂർണ്ണമായിട്ടും കഠിനമായ വേദന വന്നു. അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ എനിക്ക് ഒരു പരാതി ഉണ്ടായില്ല. കാരണം മാതാവും ഈശോയും എന്നെ എത്രമാത്രം കരുതിയെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അങ്ങനെ ഇനി ഒരിക്കലും പൂർണ്ണാവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല, പണ്ടത്തെ പോലെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഒരു 6 മാസത്തിനുള്ളിൽ ഈശോ സുഖപ്പെടുത്തി തന്നു. അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ അന്നേരം ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ടും എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചിമാർ തന്ന ഉപ്പും അങ്ങനെയുള്ള ഉപ്പൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. എന്നാലും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് അസുഖം മാറിക്കിട്ടി. അതുപോലെ തന്നെ കുട്ടികൾക്ക് എപ്പോഴും അഡ്മിറ്റാകും. ചെറിയ പനി വന്നാൽ പോലും അഡ്മിറ്റാണ്, എപ്പോഴും ഹോസ്പിറ്റലാണ് ഞങ്ങൾ. ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെയൊക്കെ കുട്ടികൾക്ക് ഇപ്പോൾ അസുഖം വന്നാലും അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. ഉടമ്പടി വസ്തുക്കളും കാര്യങ്ങളും കൊണ്ട് അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് മാറുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ 2024 മെയ് 2-ാം തീയതി എൻ്റെ 2 അച്ഛൻ ചേട്ടന്മാരുടെ ഒപ്പം അവരെന്നിവിടെ കൊണ്ടുവന്ന് തീർത്ഥാടന ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ആ ഉടമ്പടിക്ക് ശേഷം എനിക്ക് കോളേജിൽ തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റിൽ ജർമ്മൻകാർ ഇൻ്റർവ്യൂ നടത്തിയിൽ
6 പേരെ 14 പേര് ഇൻ്റർവ്യൂ നടത്തിയതിൽ 6 പേരെ സെലക്ട് ചെയ്തു. അതിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് വന്നു ജൂലൈയിൽ. പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. വിസ ഡേറ്റ് കിട്ടുന്നുണ്ടായില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രീ അപ്രൂവൽ എടുത്തു. പ്രീ അപ്രൂവലും വൈകിയാണ് വന്നത്. നേരത്തെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ വൈകിയാണ് കിട്ടിയത്. അങ്ങനെ എല്ലാത്തിനും തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് സെപ്റ്റംബർ 27-ാം തീയതി വിസ ഡേറ്റ് കിട്ടി. ഞങ്ങൾ വിസ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പക്ഷേ വിസ റിജക്റ്റായി. ആ സമയത്ത് എനിക്കൊരു വചനം കിട്ടിയത് അമ്മയെപ്പോലെ നിന്നെ ആശ്വസിപ്പിക്കുന്നുള്ള വചനമായിരുന്നു. റിജക്റ്റായ സമയത്ത് ഞാനൊരു പള്ളിയിൽ മാതാവിൻ്റെ അടുത്ത് ചെന്നാണ് തുറന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഈ പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കണം, ഞാനൊരിക്കലും തകർന്നു പോകരുതെന്നുള്ളത്. പക്ഷേ എനിക്കൊരു സങ്കടം ഉണ്ടായില്ല. എനിക്കപ്പോൾ കൂടുതലും പ്രാർത്ഥിക്കാനുള്ള ശക്തിയാണ് മാതാവ് തന്നത്. ഈശോനോട് കൂടുതൽ അടുക്കാനും ഈശോനെ എനിക്ക് കൂടുതൽ സ്നേഹിക്കാനുള്ള അവസരമാണ് അതായിട്ടാണ് എനിക്ക് ആ റിജക്ഷൻ തോന്നിയത്. അങ്ങനെ ഞങ്ങൾ റിജക്ഷൻ വന്ന കുട്ടികളൊക്കെ കൂടി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒക്ടോബർ 20 എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 20 ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ ഈശോയെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൃത്യം 9 മണിക്ക് ഇതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിങ്കളാഴ്ച ഞങ്ങൾ റെമോൺസ്ട്രേഷന് വെച്ചു. അങ്ങനെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മെയിൽ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് വേഗം VFS എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അന്ന് തന്നെ VFS പാസ്പോർട്ട് എത്തിച്ചു. കൃത്യം വെള്ളിയാഴ്ച ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. ഒക്ടോബർ 20-ാം തീയതി ഇന്നലെ ഞായറാഴ്ച എൻ്റെ വിസ വന്നു. ഞാൻ ബുധനാഴ്ച രാവിലെ 3:35 ജർമ്മനിക്ക് പോവാണ്. അങ്ങനെ എനിക്കറിയാം സഹനങ്ങൾ ഇനിയും ഉണ്ടാവുമെന്ന്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. സഹനങ്ങളിലൂടെയാണ് ഈശോയുടെ അടുത്ത് എത്താൻ പറ്റുക എന്നുള്ള കാര്യം ഉടമ്പടി എന്നെ പഠിപ്പിച്ചു. ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്കെല്ലാ സഹനങ്ങളും സഹിക്കാനായിട്ട് എൻ്റെ ഈശോ ശക്തി തരുമെന്നും എനിക്ക് മനസ്സിലായി. കാരുണ്യപ്രവൃത്തി എനിക്ക് മനസ്സറിഞ്ഞു കൊടുക്കാനുള്ളൊരു കൃപയാണ് ഈശോ തന്നത്. ഇപ്പം എൻ്റെ അടുത്ത് പൈസ ഇപ്പം നാളേക്ക് എനിക്കില്ലെങ്കിലും എൻ്റെ കയ്യിലുള്ളത് കൊടുക്കാനായിട്ട് ഞാൻ എപ്പോഴും എനിക്ക് പറ്റാറുണ്ട്. എന്നാലും പിറ്റേ ദിവസം എനിക്കില്ലെങ്കിലും എങ്ങനെയെങ്കിലും അതിൻ്റെ കയ്യിൽ ഈശോ തരും എനിക്ക്. പിന്നെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ സമയം ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റാറില്ല. പക്ഷേ അതും സാധിച്ചു. ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി അവരോടൊക്കെ വർത്താനം പറയാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്ത കുറച്ച് പേര് കൂടിയാണ് പോയത്. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്കന്ന്. ഞങ്ങൾക്ക് ശരിക്കും ഈശോയും മാതാവിനെയും ഫീൽ ചെയ്തു അന്ന്. അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പിള്ളേർക്കും അല്ലാതെ എല്ലാവർക്കും എനിക്കറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കൊക്കെ കൊണ്ടുപോയി ഉടമ്പടി പത്രം കൊടുക്കും. ഈശോനെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് ഈശോനെ കിട്ടിയ പോലെ മറ്റുള്ളവർക്കും കിട്ടാനായിട്ട് ഞാൻ എന്നെ മാക്സിമം എനിക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിവുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് ധൈര്യത്തോടെ ഈശോനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്.